മക്കളെ, കീമിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താ നോട്ടിഫിക്കേഷൻ നോക്കുക. കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റിൻ്റെ റിസൾട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസരം. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് നീറ്റിൻ്റെ റാങ്ക് കേരളത്തിലേക്ക്, അല്ലെങ്കിൽ നീറ്റിൻ്റെ റാങ്ക് സ്റ്റേറ്റ് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റിൻ്റേത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്റ്റേറ്റിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട്, അതായത് കേരളത്തിലെ മുഴുവൻ, അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ്, ഇവിടുത്തെയൊക്കെ സെൽഫ് ഫിനാൻസിങ്ങിലെ 100% സീറ്റും ഗവൺമെൻറ്റിലെ 85% സീറ്റും സ്റ്റേറ്റ് റാങ്കിൽ നിന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് റാങ്കിൽ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റേറ്റിലെ ഈ പറഞ്ഞ സീറ്റുകൾ കിട്ടുക. അതുകൊണ്ട് നിർബന്ധമായിട്ടും, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്ത, നീറ്റിൻ്റെ റിസൾട്ട് വന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് ഇത് ചെയ്യണം. അപ്പോൾ നോക്കുക, സംസ്ഥാനത്തെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനത്തിനായിട്ട് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് 2026 മുഖേന ഓൺലൈൻ അപേക്ഷകൾ കൊടുക്കുകയും NTA നടത്തിയ നീറ്റ് UG പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ നീറ്റ് UG ഫലം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയമാണ്. ഇതിനുള്ള സമയം ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ്. ഇതിനുള്ള സമയം എന്നുവരെയാണ് നോക്കുക, ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൂടി ഞാൻ കാണിക്കാം. ഇതിൽ 2026-27 2026-27 അക്കാഡമിക് ഇയറിലെ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിലും ഉള്ള സ്റ്റേറ്റ് കോട്ട സീറ്റ്, ഇത് ഏകദേശം 85% സീറ്റ് വരും. അതേപോലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും സ്വാശ്രയ ദന്തൽ കോളേജുകളിലും NRI കോട്ട, മൈനോറിറ്റി കോട്ട ഉൾപ്പെടെയുള്ള മുഴുവൻ MBBS സീറ്റുകൾ, ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 100% സീറ്റും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അതേപോലെ BDS സീറ്റുകളുടെയും ഒക്കെ അലോട്ട്മെൻറ്റ്, അത് ഇതിൽ ഏതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ജനനസ്ഥലം പരിഗണിക്കാതെയുള്ള ഓൾ ഇന്ത്യ കോട്ട സീറ്റും അതിൽ വരും. അതായത് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഓൾ ഇന്ത്യ കോട്ടയും ഇങ്ങനെ തന്നെയാണ് പോവുക. മെഡിക്കൽ കൗൺസിലിംഗ്, അതായത് ഓൾ ഇന്ത്യ MCC വഴിയല്ല. ഓക്കെ, അവരൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സീറ്റുകളിലെ പ്രവേശനം NTA ലഭ്യമാക്കിയിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകീകൃത കൗൺസിലിംഗ് വഴിയായിരിക്കും നടത്തുക. അത് ഏതൊക്കെ കോഴ്സ് വരും എന്ന് ചോദിച്ചാൽ കേരളത്തിലെ MBBS വരും, BDS വരും, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി എന്നീ മെഡിക്കൽ കോഴ്സുകളും, കൂടാതെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ബാങ്കിങ്, അതുപോലെ അഗ്രികൾച്ചർ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഹോർട്ടിക്കൾച്ചർ, അതേപോലെ BSc ആൻഡ് MSc ഇൻ്റഗ്രേറ്റഡ് മൈക്രോബയോളജി ആൻഡ് ബയോളജി ആ കോഴ്സുകൾ, അതുപോലെ BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഇതൊക്കെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് നടക്കുക. അതുപോലെ വെറ്റിനറി കോഴ്സുകൾ, ഫിഷറീസ് കോഴ്സ് എന്നീ കോഴ്സുകളും ഒക്കെ ഈ കീമിൻ്റെ റാങ്കിൽ നിന്നാണ്. അപ്പോൾ കീമിൻ്റെ റാങ്കിൽ വന്നാലേ ഈ അലോട്ട്മെൻറ്റ് കിട്ടൂ. കീമിൻ്റെ റാങ്കിൽ വരണമെങ്കിൽ നീറ്റ് സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നീറ്റിൻ്റെ സ്കോർ ഉപയോഗിച്ച് കീമിൻ്റെ റാങ്കിൽ വരിക, കീമിൻ്റെ റാങ്ക് ഉപയോഗിച്ച് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഇതാണ് പ്രൊസീജിയർ. ഇതിൻ്റെ ഡേറ്റ് ഞാൻ ഓൾറെഡി ഓർമ്മിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഇതിനുള്ള സമയം ഉണ്ടാവുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് c.kerala.gov. എന്നുള്ള സൈറ്റിൽ കയറിയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത്. ആ പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽ കൂടി നോക്കുക. പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. എൻട്രൻസ് കമ്മീഷണർ സൈറ്റായ c.kerala.gov. എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ നിങ്ങൾക്ക് കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും, പാസ്വേഡ് ചോദിക്കും, എന്നിട്ട് ഹോം പേജിൽ കയറുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പ്രൊഫൈലും ഒക്കെ കാണുന്ന ഒരു പേജിലേക്ക് വരും. അവിടെ നിങ്ങൾക്ക് നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ശ്രദ്ധിക്കുക, നീറ്റ് റിസൾട്ട് സബ്മിഷൻ. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നീറ്റ് UG 2026 റോൾ നമ്പർ, അതുപോലെ നീറ്റ് UG 2026 ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും സാധനം കൊടുക്കുക. എന്തൊക്കെ കൊടുക്കണം? നീറ്റ് UGയുടെ റോൾ നമ്പർ കൊടുക്കണം, ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഇത്രയും കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നീറ്റ് UG സ്കോർ കാർഡ് വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ നീറ്റ് UGയുടെ സ്കോർ കാർഡ് അവിടെ കാണിക്കും. ആ സ്കോർ കാർഡ് കാണിക്കുമ്പോൾ അതിൽ കുട്ടിയുടെ പേരുണ്ടാവും, ഫാദറിൻ്റെ പേരുണ്ടാവും, മദറിൻ്റെ പേരുണ്ടാവും, പെർസെൻറ്റേജ് സ്കോർ ഉണ്ടാവും, ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടാവും, തുടങ്ങി നീറ്റ് UG റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു റാങ്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. നീറ്റിൻ്റെ, അതായത് NTA തന്ന ഒരു റാങ്ക് കാർഡുണ്ട്. ആ റാങ്ക് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ റാങ്ക് കാർഡ് കൊണ്ട് വേണം ഈ പ്രൊസീജിയറിന് ഇരിക്കാൻ. അപ്പോൾ അത് വെരിഫൈ ചെയ്യുക.
പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിൽ നേരിട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യപ്പെട്ട ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ വേരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നീറ്റ് റിസൾട്ട് സമർപ്പിക്കുന്ന പ്രൊസീജിയർ അവസാനിക്കുന്നത് വേരിഫൈഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കി ലോഗ് ഔട്ട് ചെയ്ത് പോന്നാൽ സബ്മിറ്റ് ആയിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, വേരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ നിർബന്ധമായിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക. ഇനി നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് അപ്പോൾ കിട്ടും. നിങ്ങൾ ഈ വെരിഫിക്കേഷൻ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നീറ്റിൻ്റെ റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് കിട്ടും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇനിയുള്ള ആവശ്യത്തിന് അത് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യണം. ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് കോപ്പി നിങ്ങൾ ഫോണിലുണ്ടായാലും മതി, പിന്നീട് പ്രിൻ്റ് എടുത്താലും മതി. എപ്പോഴും അതിൻ്റെ ഒരു കോപ്പി കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ ഇത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ്. ഇനി നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷാ ഫലം പ്രവേശന പരീക്ഷ കമ്മീഷർക്ക് ഇത് ഓൺലൈനായിട്ട് കൊടുക്കാത്ത, അതായത് ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാത്ത അപേക്ഷകരെ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റിലും ഉണ്ടാവില്ല. പിന്നെ പിന്നീടൊരു അവസരം തരികയില്ല. അതുപോലെ നിങ്ങൾ ബൈ പോസ്റ്റായിട്ടോ നേരിട്ടോ ഒരു രേഖയോ ഒരു അപേക്ഷയോ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇത്രയാണ് പ്രൊസീജിയർ. അപ്പോൾ ഓൾമോസ്റ്റ് കീമിൻ്റെ പുതിയതായി വന്ന നോട്ടിഫിക്കേഷൻ ഇതാർക്കാണ് ബാധകമെന്ന് ചോദിച്ചാൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കൊടുത്ത കുട്ടികൾക്ക് മാത്രമാണ് ഇത് ബാധകം. അവർ മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ പ്രൊസീജിയർ ചെയ്യുക. റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാക്കി പ്രൊസീജിയർ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. ഇനി കീമിൻ്റെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.